നമസ്കാരം. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചുരിദാർ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു. ഇന്ന് നമുക്ക് ചുരിദാർ എങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ചുരിദാറിൻ്റെ പീസ് എടുത്ത് ഇങ്ങനെ രണ്ട് ഇതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ തയ്ക്കാം. ഇപ്പോൾ ഈ ചുരിദാറിൻ്റെ മുൻഭാഗം ഇതിൻ്റെ കഴുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഈ ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് നമുക്കിങ്ങനെ തയ്ക്കാം. ഇപ്പോൾ ഈ ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ അടിച്ചു. അതിനുശേഷം ഇങ്ങനെ ഈ ക്രോസ് പീസിൻ്റെ റൈറ്റ് സൈഡും ചുരിദാർ പീസിൻ്റെ റൈറ്റ് സൈഡും ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് മേലെ വെച്ച് ഇങ്ങനെ അടിക്കണം. ഒരു 4 ഇഞ്ച് വീതിയിൽ അടിച്ചു കൊടുക്കണം. ഇതിങ്ങനെ അടിക്കുമ്പോൾ ഇതിങ്ങനെ വലിക്കാൻ പാടില്ല. ഇപ്പോൾ ഈ തയ്ച്ചതിൻ്റെ കുറച്ച് മുമ്പിൽ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കണം. ഈ നെക്ക് നല്ല വളഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിനുശേഷം ഇപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ചേർത്തിട്ട് ഇതിൻ്റെ മേലെ സ്റ്റിച്ച് കൊടുക്കണം. കഴുത്തിങ്ങനെ അടിച്ചു. ഇതിൻ്റെ ഉൾഭാഗം എമ്മിങ് ചെയ്യണം. അടുത്തത് ഇതിൻ്റെ ബാക്ക് സൈഡ് അടിക്കാം. ബാക്ക് സൈഡ് ഇങ്ങനെ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് ഇത് കുറച്ച് വീതി കുറച്ചിട്ട് എടുത്താൽ മതി. ക്രോസ് പീസ് എടുത്ത് ഇതിങ്ങനെ ഇവിടെ അടിച്ചു കൊടുക്കാം. ഇത് ഈ അടിച്ച ഭാഗം ഇങ്ങനെ മേലോട്ടാക്കിയിട്ട് ഇതിങ്ങനെ താഴേക്ക് മടക്കണം. ഈ ബാക്ക് സൈഡ് അടിച്ചു. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഈ ഷോൾഡർ അടിക്കാം. ഈ ഷോൾഡർ അടിക്കാൻ വേണ്ടിയിട്ട് ഈ ബാക്കിലത്തെ പീസിൻ്റെ നമ്മളിപ്പോൾ അടിച്ച കഴുത്തിൻ്റെ ഭാഗത്ത് ഇങ്ങോട്ടാക്കിയിട്ട് ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യണം. ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം. ഇങ്ങനെ ഇത് തിരിച്ചെടുത്തിട്ട് ഇനി ഇന്നൊരു തയ്യൽ കൊടുക്കും. കൈ അടിക്കാൻ വേണ്ടിയിട്ട് ഇതിവിടെ ഇതിൻ്റെ സൈഡ് മടക്കി അടിക്കണം. കൈൻ്റെ മറ്റേ കൈ ഇതേപോലെ അടിക്കാം. ഇപ്പം ഇത് കൈ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൈൻ്റെ നടുഭാഗത്തിന് ഒരു കട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. അതിങ്ങനെ ഇതിൻ്റെ ഷോൾഡറിൻ്റെ നേരെ നടുവിൽ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഒരു പിന്ന് കുത്താം. ഭാഗത്ത് നിന്ന് തയ്ച്ചു കൊടുക്കും.
ഇതിൻ്റെ ഇങ്ങേ ഭാഗം ഇങ്ങനെ തയ്ച്ച് കൊടുക്കണം. മറ്റേ കൈ ഇതേപോലെ അടിക്കാം. അപ്പോൾ ഇതിൻ്റെ കൈ അടിച്ചു. ഇനി ഇതിൻ്റെ സൈഡ് അടിക്കാം. ഇപ്പോൾ ഈ സൈഡ് അടിക്കാൻ വേണ്ടിയിട്ട് കൈൻ്റെ അളവ് എടുക്കണം. കൈൻ്റെ ആം റൗണ്ട് 6 സെൻറ്റിമീറ്റർ 6 ഇഞ്ച്. ഈ സ്ലിറ്റിൻ്റെ അടുത്ത് ഞാൻ ഇവിടെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് കട്ടിൻ്റെ അടുത്ത് വരയ്ക്കും. അതിന് ശേഷം ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇതേപോലെ മറ്റേ സൈഡും ഇങ്ങനെ അടിച്ചു കൊടുക്കണം. 2 സൈഡും അടിച്ചു. ഇപ്പം നമുക്ക് ഈ സ്ലിറ്റ് അടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ അതിങ്ങനെ ഒരു മടക്ക് മടക്കിയിട്ട് ഒരു മടക്ക് മടക്കണം. മടക്കിയിട്ട് ഇവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കാം. അതേപോലെ ഇങ്ങേ ഭാഗത്തും ഇങ്ങനെ മടക്കിയിട്ട് അതേപോലെ ഇവിടെ ഒരു പിന്നിങ്ങനെ കുത്തി കൊടുക്കാം. ഇങ്ങനെ കുത്തി കൊടുക്കണം. ഇങ്ങനെ കുത്തി കൊടുത്താൽ നമുക്ക് തയ്ക്കാൻ ഈസി ആയിരിക്കും. അതിന് ശേഷം ഈ താഴെ ഭാഗത്തു നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടുന്ന് ഒരു സ്റ്റിച്ചിങ് ഇട്ട് കൊടുക്കണം. ഇതേപോലെ മറ്റേ ഭാഗത്ത് തയ്ച്ച് കൊടുക്കണം. സ്ലിറ്റ് 2 സൈഡും അടിച്ചു. ഇനി ഇത് താഴെ മടക്കി അടിക്കാം. ഇങ്ങനെ മടക്കി ആദ്യം ഇങ്ങനെ ഒരു മടക്കം മടക്കി ഇങ്ങനെ രണ്ടാമതൊരു മടക്കം മടക്കിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇങ്ങേ ഭാഗത്ത് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കും. എല്ലാം അടിച്ചു. ഇത് ഒരു സിമ്പിളായിട്ട് എങ്ങനെ ചുരിദാർ അടിക്കണം എന്നാണ് ഇപ്പോൾ കാണിച്ചത്. ഈ ക്യാൻവാസ് എല്ലാം വെച്ച് കഴുത്തെല്ലാം പിന്നെ വേറൊരു വീഡിയോയിൽ കാണിക്കാം. താങ്ക് യു.